ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളൊരു എരിശ്ശേരി ഉണ്ടാക്കണം. മത്തങ്ങ വെച്ചിട്ട് ആ മത്തങ്ങയ്ക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുക്കറിനകത്ത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിനകത്ത് വേവിച്ചെടുക്കണം. പയർ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കുക്കറിനകത്ത് വേവിച്ച നമ്മുടെ മത്തങ്ങയിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്കപ്പയർ ചേർക്കാണ്. ഇത് ചേർത്ത് നല്ലോണം ഇളക്കി ഒന്നും കൂടെ തിളപ്പിച്ച് വേവിച്ച് ഓൾറെഡി വെന്തതാണ്. ഒന്നുകൂടി അതിന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരപ്പ് ചേർക്കണം. ഈ അരപ്പിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളത് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചിട്ടുള്ള ഒരു അരപ്പാണ്. ഇത് നല്ല പേസ്റ്റ് പോലെ നേരെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് അരഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ഈ അരപ്പ് തിളച്ച് വന്നിട്ടുള്ള ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണത്. നമുക്കിത് സെപ്പറേറ്റ് ഒന്ന് കുക്കറിനകത്ത് വേവിച്ചെടുത്താൽ മാത്രമേ ഒരുമിച്ചിട്ട് വേവിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഇത് അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പ് ചേർത്ത് ഒന്നും കൂടെ തിളച്ച് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് വറവിടുന്നത്. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും പോരായുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിലുള്ള ഒരു നാടൻ ഇതിലുള്ള എരിശ്ശേരിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ ഇനി നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ എത്രത്തോളം ഒഴിക്കുന്നോ അത്രയും ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ടേക്ക് കടുക് ചേർക്കണം. എപ്പോഴും നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലതിന്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്താൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഞാൻ അത്യാവശ്യമുള്ള വെളിച്ചെണ്ണ പൊടി ചേർത്തിട്ടുണ്ട്. ഇതാ ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കണം. ഉഴുന്നുപരിപ്പ് ഇട്ടൊരു പ്രത്യേക സ്വാദാണ് നമ്മുടെ എരിശ്ശേരിക്ക്. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങയും കറിവേപ്പിലയും, വേറെ എക്സ്ട്രാ കാര്യങ്ങളായി നമുക്കൊന്നും വേണ്ട. വറ്റൽമുളകും ഞാൻ ഇട്ട് കൊടുത്തു. ഇവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചധികം തേങ്ങ ആയിരുന്നു നല്ല സാധനം ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ ഇത്ര തേങ്ങ ഉണ്ടായുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു പിടി തേങ്ങയോളം ചേർത്തിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടാവും തേങ്ങ. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് നല്ല ചുമക്കെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുവിധം ചുമക്കെ റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേണമെങ്കിൽ ചില കളറിന് വേണ്ടിയിട്ട് ചേർത്തതെല്ലാം കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. ചില ആൾക്കാർ ചേർക്കുന്നുണ്ടാവില്ല. എരിശ്ശേരിയുടെ സെയിം ഒരു ബ്രൗണിഷ് കളറാണ് എരിശ്ശേരിക്ക് വരിക. അപ്പോൾ ആ കളർ തന്നെ മതിയെങ്കിൽ അത് മതിയല്ല. അത്രയ്ക്ക് ഇച്ചിരി മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം മുളക് പൊടി ചേർക്കാം. ഞാനവിടെ ചേർത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ടേസ്റ്റിലൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇപ്പോൾ കണ്ടത് എനിക്കറിയാം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തോട്ട് നമ്മളിനി കറിയിലോട്ട് ചേർക്കാൻ പോകുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിനെ വറുത്തെടുക്കുമ്പോൾ. ഈ തേങ്ങയെല്ലാം കൂടെ വറുത്തെടുക്കുമ്പോൾ പ്രത്യേക സ്മെല്ലാണ്. നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം എന്താ റെഡി വന്നിട്ടുണ്ടല്ലോ. നേരത്തെ ഓൾറെഡി തിളപ്പിച്ച് വെച്ച കറിയുടെ അതിനകത്തോട്ട് നമ്മൾ ഈ അരപ്പ് ചേർത്ത് എല്ലാം കൂടെ കൂട്ടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് എൻ്റെ കിച്ചണിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ രീതിയിലൊക്കെ കാണിക്കുന്നത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ യൂട്യൂബിനകത്ത് ഒരു പുതിയ ന്യൂ കമറാണ്. അപ്പോൾ എൻ്റെ വീഡിയോകൾക്ക് മാക്സിമം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആ വരവെല്ലാം കൂടെ നമ്മൾ കൂട്ടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പയറിന് കുറച്ച് കളറൊക്കെ കുറവായിരുന്നു, അതാണ് ഇച്ചിരി യെല്ലോയിഷ് കളറായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ കുറച്ച് ഇതാക്കി വരുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരും. നമ്മുടെ എരിശ്ശേരി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. കീപ് സ്മൈലിങ്. താങ്ക് യു.